സർ, ഇന്നലെ അമേരിക്കയിൽ നിന്ന് വളരെ വിസ്ഫോടനാത്മകമായ ഒരു വാർത്ത പുറത്തു വന്നു. അത് മറ്റൊന്നുമല്ല, പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അവരുടെ മിനിസ്ട്രി ഓഫ് ഡിഫൻസ്, അതായത് പ്രതിരോധ മന്ത്രാലയം, അതിൻ്റെ പേര് മാറ്റി. ഈ മിനിസ്ട്രി ഓഫ് ഡിഫൻസ് എന്നുള്ളത് മാറ്റി മിനിസ്ട്രി ഓഫ് വാർ, യുദ്ധ മന്ത്രാലയം എന്നാക്കിയിരിക്കുകയാണ്. എന്താണ് സാർ, എന്തോ ഒരു വലിയ അപകടം ഇതിനകത്ത് മണക്കുന്നുണ്ടല്ലോ. അത് ശരിയാണ്. ഇപ്പോൾ അദ്ദേഹം കഴിഞ്ഞ 6 മാസം കൊണ്ട് 6 യുദ്ധങ്ങൾ കോംപ്രമൈസ് ചെയ്ത ആൾ എന്നുള്ള രീതിയിൽ എനിക്ക് നോബൽ പ്രൈസ് വേണം എന്ന് പറഞ്ഞ ആളാണ് ട്രംപ് ഇത് ചെയ്തത് എന്ന് കേൾക്കുമ്പോഴത്തേക്ക് നമുക്ക് അതിശയമൊന്നും തോന്നുന്നില്ല. അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ ടെന്യൂറ്, ഡൊണാൾഡ് ട്രംപിൻ്റെ ആദ്യത്തെ ടെന്യൂറ് വലിയ വിസ്ഫോടകപരമായിട്ടുള്ള കാര്യങ്ങളൊന്നും ഇല്ലാത്ത ഒരു ടെന്യൂറായിരുന്നു. പക്ഷേ രണ്ടാമത്തെ ടെന്യൂർ വന്നപ്പോഴത്തേക്ക് പുള്ളിക്കാരൻ എന്തോ ഒരു മതി മറന്നതുപോലെ ആണ് പുള്ളിക്കാരൻ്റെ പല പെരുമാറ്റങ്ങളും ലോകരാജ്യങ്ങൾ വിലയിരുത്തുന്നത്. ബുദ്ധിഭ്രമം പിടിച്ചതുപോലെ എന്തുപോലെ എനിക്കറിയത്തില്ല. അങ്ങനെ ഒരു റോഗായിട്ടുള്ള ഒരു പെരുമാറ്റമാണ് പുള്ളിക്കാരൻ്റെ ഇന്ന് പല ഭാഗത്തുനിന്നും ഉണ്ടാവുന്നതായിട്ട്. കാര്യം യൂറോപ്യൻ യൂണിയനിലെ തന്നെ പല രാജ്യങ്ങളും ട്രംപിനെ തള്ളി പറയുന്ന ഒരവസ്ഥയിൽ. അതെ. പിന്നെ അമേരിക്കയിൽ തന്നെ അവരുടെ മുൻ ഡിഫൻസ് അഡ്വൈസർ തന്നെ, നാഷണൽ സെക്യൂരിറ്റി അഡ്വൈസർ തന്നെ അദ്ദേഹത്തെ ഇകഴ്ത്തി അദ്ദേഹത്തിൻ്റെ ഇന്ത്യ പോളിസിയെ പറ്റിയിട്ട് മോശമായിട്ട് സംസാരിച്ചു. അപ്പം അങ്ങനെയുള്ള ഒരു ഡിഫിക്കൽട്ട് ടൈംസിലൂടെ അനേകം സാമ്പത്തിക വിദഗ്ധർ ഒരുപാട് പേര്, ഞാൻ പറഞ്ഞു, ഇദ്ദേഹത്തിൻ്റെ തന്നെ കഴിഞ്ഞ മിനിസ്ട്രിയിൽ ഉണ്ടായിരുന്ന ഇദ്ദേഹത്തിൻ്റെ വിശ്വസ്തരാണ് ഇദ്ദേഹത്തെ വിമർശിക്കാൻ മുന്നിട്ടിറങ്ങുന്നതിൽ ഏറ്റവും മുൻപിലുള്ളതെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അദ്ദേഹത്തിനെതിരായിട്ടൊരു ഇംപീച്ച്മെൻറ്റ് മോഷൻ പോലും കേൾക്കുന്നുണ്ട്, നമ്മൾ കേൾക്കുന്നുണ്ട്. അതിനെ പറ്റിയിട്ടുള്ള ടോക്സ് ഓൾറെഡി റൂമേഴ്സിലുണ്ട്. ഇറ്റ് ഈസ് കുക്കിംഗ്. ഇപ്പോൾ 1940കളിൽ മിനിസ്ട്രി ഓഫ് വാർ എന്ന് തന്നെയായിരുന്നു, അതായത് 2ാം ലോക മഹായുദ്ധമൊക്കെ കൂടെ ചേർത്തിട്ട് ഇത് മിനിസ്ട്രി ഓഫ് വാർ എന്ന് തന്നെയായിരുന്നു അമേരിക്ക എല്ലാം അറിയപ്പെട്ടിരുന്നത്, അമേരിക്കൻ ഡിഫൻസ് മന്ത്രാലയം. 49ൽ ആണ് ഇത് മിനിസ്ട്രി ഓഫ് വാർ മാറ്റിയിട്ട് വീണ്ടും മിനിസ്ട്രി ഓഫ് ഡിഫൻസ് ഉണ്ടാക്കിയത്. അപ്പം നമ്മളിലേക്ക് അതിർത്തികൾ പ്രതിരോധിക്കുന്നതാണ് അവരുടെ ബേസിക്കലായിട്ടുള്ള ദൗത്യം. അതെ, എല്ലാ ഡിഫൻസ് എല്ലാ പ്രതിരോധ മന്ത്രാലയങ്ങളുടെയും ആ പേരിൽ തന്നെ അത് പ്രതിരോധമാണ്. ഇങ്ങോട്ട് ആക്രമിക്കരുത്, ആക്രമിച്ചാൽ ഞങ്ങൾ തടയും. അതെ. ഇപ്പോൾ ആ ഒരു രീതിയിൽ നിന്ന് മാറി ഇപ്പോൾ ഈ കഴിഞ്ഞ അമേരിക്കൻ, ഇപ്പോൾ ഈ ഡൊണാൾഡ് ട്രംപിൻ്റെ മാത്രമല്ല ഒരു പ്രിൻസിപ്പിൾ, അമേരിക്ക ലോക പോലീസ് എന്ന് നമ്മൾ പറയുന്നതിൻ്റെ കാരണം അവർക്ക് 80ഓളം രാജ്യങ്ങളിൽ മിലിറ്ററി ഇൻസ്റ്റലേഷൻസ് ഉണ്ട്. 80ഓളം രാജ്യങ്ങൾ. അപ്പം ഇന്ത്യക്ക്, നരേന്ദ്രമോദിക്ക് ഇന്ത്യയുടെ മാത്രം പ്രതിരോധം നോക്കിയാൽ മതിയായിരുന്നു. അമേരിക്കൻ പ്രസിഡന്റ് 80 രാജ്യങ്ങളുടെ പ്രതിരോധം നോക്കേണ്ട ഒരു അവസ്ഥയിലാണ് അവർ വന്നു നിൽക്കുന്നത്. ഇതിനകത്ത് നിന്ന് അവർക്ക് ഒരുപാട് സാമ്പത്തിക നേട്ടം ആ ഗവൺമെൻറ്റിനുണ്ടാവും. അതായത് ചെലവുണ്ടാവും, അതിനനുസരിച്ചുള്ള നേട്ടവും. മറ്റ് രാജ്യങ്ങളിൽ സൈനിക ആസ്ഥാനം ഉണ്ടാക്കുന്നതിലൂടെ വലിയ സാമ്പത്തിക നേട്ടം അമേരിക്കയ്ക്ക് ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ അവരൊരു ലോക ഒരു കൊട്ടേഷൻ ടീമാണ്. അപ്പം നമ്മുടെ സൗദി അറേബ്യ അവരുമായിട്ടുള്ള, നമ്മൾ ഓപ്പോസിറ്റ് സൈഡിൽ കിടക്കുന്നതാണെങ്കിൽ പോലും സൗദി അറേബ്യ പോലുള്ള രാജ്യങ്ങളിലേക്ക് ഡിഫൻസിൻ്റെ മേജർ കൺട്രോൾ അവർക്കാണ് പോലും, അമേരിക്കയ്ക്കാണ്. അപ്പം അതിനനുസരിച്ചുള്ള പൈസ അവർ അവരുടെ മിലിറ്ററി ഓപ്പറേഷൻ്റെ കംപ്ലീറ്റ് എക്സ്പെൻസ് അവർ വാങ്ങിച്ചിട്ട്, നമ്മളൊക്കെ പണ്ട് ഈ ചുങ്കം പിരിക്കുന്ന മാതിരി ഈ രാജ്യങ്ങളിൽ നിന്നുള്ളൊക്കെ ചുങ്കം പിരിക്കുന്നതാണ് അമേരിക്കൻ സാമ്പത്തിക വ്യവസ്ഥയുടെ പ്രധാനപ്പെട്ട ഒരു വരുമാനം. നമ്മൾ ഈ 80 രാജ്യങ്ങളിൽ നിന്ന് അവർ ചുമ്മാ എന്തായാലും ഒരു രാജ്യത്തെ നമ്മൾ മിലിറ്ററി സപ്പോർട്ട് കൊടുക്കില്ല, അത് കൊടുക്കില്ല. അപ്പോൾ അവർക്ക് ഈ സംരക്ഷണം കൊടുക്കുന്നത്, നാറ്റോ രാജ്യങ്ങളിൽ പോയിട്ട് ഈ രാജ്യങ്ങൾക്കെല്ലാം മറ്റു രാജ്യങ്ങളുടെ നിന്ന് ആക്രമണത്തിൽ നിന്ന് സംരക്ഷണം കൊടുക്കുന്നതിനും കൂടെ വേണ്ടിയിട്ടാണ് ഇവർ അവിടെ വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇന്ത്യക്ക് നിങ്ങൾക്കറിയാം, ഈ മാലിദ്വീപ്സിൽ ഒരു 10, 20, 50 പട്ടാളക്കാരുണ്ടായിരുന്നു. അവരെ അപ്പോഴും ഒഴിപ്പിക്കണമെന്ന് അവിടുത്തെ പ്രസിഡന്റ് ആവശ്യപ്പെട്ടു. ഇന്ത്യ അവർ പറഞ്ഞ ടൈം ഫ്രെയിമിനകത്ത് ഇന്ത്യ ഒഴിപ്പിക്കുകയും ചെയ്തു. ഇപ്പോൾ ഒരു രാജ്യത്ത് വേറൊരു രാജ്യത്തിൻ്റെ മിലിറ്ററി ബേസ് ഉണ്ടാക്കുന്ന അവരുടെയും കൂടെ അനുവാദത്തോടെയും സൗകര്യത്തിനും കൂടെയാണ്. അപ്പോൾ അതിൽ നിന്നൊക്കെ അവരെ ഒരു ധനലാഭം അവരുണ്ടാക്കുകയും ചെയ്യുന്നുണ്ട്. അമേരിക്കൻ എക്കണോമിയുടെ ഒരു വ്യവസ്ഥ അതാണ്. പക്ഷേ ഏറ്റവും ഒരു പ്രധാന സ്രോതസ് അതാണ്. പക്ഷേ ഇന്ന് വരെ അവർ ഈ 2ാം ലോക മഹായുദ്ധത്തിന് ശേഷം അമേരിക്ക ഉൾപ്പെട്ടുള്ള എല്ലാ മിലിറ്ററി ഓപ്പറേഷനിലും ഫെയിലായിരുന്നു എന്നുള്ളത് വേറൊരു രസമാണ്. അതൊരു വൈരുദ്ധ്യമാണ്. ഒരിടത്തും അവർ ഉദ്ദേശിച്ച സക്സസ്, അതൊരു കൂലിപ്പട്ടാളമാണ്. അതായത് നമ്മൾ ഡിഫൻസിൽ നമ്മൾ ഒരു ചൊല്ല് പറയാറുണ്ട്, വാർസ് ആർ വൺ ഓൺ മോറൽസ് നോട്ട് ഓൺ മസിൽസ് എന്ന് പറയും. അതായത് നമ്മളെ മസിൽ കൊണ്ടല്ല നമ്മൾ യുദ്ധം ചെയ്യിക്കുന്നത്, നമ്മുടെ മൊറയിൽ കൊണ്ടാണ് യുദ്ധം ചെയ്യുന്നത്.
നമ്മൾ നമ്മുടെ വീടിനെ പ്രതിരോധിക്കാൻ കാണിക്കുന്ന ആ ഒരു ശൗര്യം വേറൊരാളുടെ വീട് കത്തുമ്പോഴത്തേക്ക് നമ്മൾ കാണിക്കത്തില്ല. അപ്പോൾ അത് എത്ര ശക്തി കുറഞ്ഞ ആൾക്കാണെങ്കിൽ പോലും ആ സ്വന്തം ആവശ്യത്തിന് വേണ്ടി ചെയ്യുമ്പോഴത്തേക്കുള്ള ഒരു പ്രത്യേക ശക്തിയുണ്ട്. അതാണ് അവിടെ മൊറേലെന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ അമേരിക്കനിൽ പട്ടാളക്കാർ കൂലിപ്പട്ടാളക്കാരാണ് ആയിട്ടാണ് പോകുന്നത്. ആ വേറൊരു രാജ്യത്തിൻ്റെ അവർ തരുന്ന പൈസയ്ക്ക് വേണ്ടിയിട്ട് ആയുധം എടുത്തിട്ട് യുദ്ധം ചെയ്യാൻ പോകുന്നവരാണ്. അവരുടെ മൊറേൽ എന്താണെന്ന് നമുക്കറിയാം. അവർക്കൊരു മൊറേലില്ല. അവർ കിട്ടുന്ന പൈസയ്ക്ക് വേണ്ടിയിട്ട് ജോലി ചെയ്യുന്നു, പോകുന്നു എന്നുള്ളതൊക്കെ കഴിഞ്ഞിട്ട് അവർക്ക് അവരുടെ രാജ്യസ്നേഹം വരുന്നില്ല. അപ്പോൾ ഇന്ത്യൻ പട്ടാളക്കാരുടെ പ്രധാനപ്പെട്ട ഒരു മുതലെന്ന് പറയുന്നത് നമ്മുടെ രാജ്യസ്നേഹമാണ്. അതെ, നമ്മൾ ഭാരത് മാതാവിനെ പലരുമൊക്കെ അധിക്ഷേപിക്കുന്നുണ്ടെങ്കിലും ഭാരത് മാതാവ് എന്നുള്ള ഒരു കൺസെപ്റ്റിലാണ് ഇന്ത്യയുടെ പട്ടാളക്കാർ ഓരോ ഇഞ്ചും മുന്നോട്ട് പോകുന്നതും ഒരു കീഴടക്കിയില്ലെങ്കിൽ നമ്മുടെ അതിർത്തികൾ സംരക്ഷിച്ചിട്ട് വരുന്നത്. അമേരിക്കയെ സംബന്ധിച്ചുള്ള അവർക്ക് അങ്ങനെ അതിർത്തിയില്ലല്ലോ, അവർ വിശ്വ പോലീസാണ്. നമ്മൾ അങ്ങനെയാണ് കരുതുന്നത് തന്നെ. ഈ അതിർത്തി കണ്ണിലെണ്ണ ഒഴിച്ച് അതിർത്തി കാക്കുന്നത് അത് ഭാരത മാതാവിനെ കാക്കുന്നു. അതെ, തീർച്ചയായിട്ടും നമ്മുടെ അമ്മയുടെ ആ ചാരിത്രം സംരക്ഷിക്കുന്ന അതേ പവിത്രതയോടെ തന്നെയാണ് ഒരു പട്ടാളക്കാരൻ ഫീൽഡിലോട്ട് പോകുന്നത്. അതേസമയം അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അവർ ഇന്ന് പാകിസ്ഥാന് വേണ്ടിയിട്ട് യുദ്ധം ചെയ്യും, നാളെ പാകിസ്ഥാനെതിരായിട്ട് യുദ്ധം ചെയ്യും. ഇന്ന് അവർ അഫ്ഗാനിസ്ഥാന് വേണ്ടിയിട്ട് യുദ്ധം ചെയ്യും. അന്ന് ആദ്യം റഷ്യക്കെതിരായിട്ട് അഫ്ഗാനിസ്ഥാനിൽ യുദ്ധം ചെയ്തവരാണ്. പിന്നീട് അവരുടെ കൈ കൊണ്ട് തിരിച്ച് അടിയും കൊണ്ടിട്ട് അവിടുന്ന് പോകുന്നതും അതൊരു ചരിത്രം. ഉച്ചി വെച്ച കൈ കൊണ്ട് ഉദകക്രിയയും ചെയ്യും. കാര്യം അവരുടെ ഇന്റൻഷൻസ് എപ്പോഴും ബാഡായിരുന്നു. കാര്യം റഷ്യയുടെ കയ്യിൽ നിന്ന് അഫ്ഗാനിസ്ഥാനെ മോചിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇന്ത്യ ഈ ഉപഭൂഖണ്ഡത്തിൽ കംപ്ലീറ്റ് ഒരു ഹീറോയിൻ വാർ ഉണ്ടാക്കിയത് കംപ്ലീറ്റ് അവിടെയായിരുന്നു. അവിടെയൊക്കെ മയക്കുമരുന്നൊക്കെ ഉണ്ടാക്കി. ഇപ്പം അമേരിക്കയിൽ 1 കിലോ തേയിലയ്ക്ക് 4500 രൂപ വരെ വിലയുണ്ടെന്നാണ് പറയുന്നത്. കാര്യം അന്ന് തേയില തോട്ടങ്ങളൊക്കെ വെട്ടിയിട്ട് അവർ കറുപ്പ് തോട്ടങ്ങളാണ് വെച്ചത്. അപ്പം അവരിന്ന് അത്രയും കഷ്ടപ്പെടുകയാണ്. അവരുടെ അമേരിക്കയുടെ ഒരു ഡിപ്ലോമസി കൊണ്ടാണ് അവർ ഇത്രയും കഷ്ടപ്പെടുന്നത്. അപ്പോൾ അവർ ഇപ്പോൾ വീണ്ടും ഈ ട്രംപ് രണ്ടാമത് അധികാരത്തിൽ വന്നപ്പോഴത്തേക്ക് പറഞ്ഞത് മാഗ എന്നാണ് പറയുന്നത്, മേക്കിംഗ് അമേരിക്ക ഗ്രേറ്റ് അഗെയിൻ എന്നാണ്. അതായത് ആ പറഞ്ഞതിൻ്റെ അർത്ഥം നേരത്തെ ഗ്രേറ്റ് ആയിരുന്നു, ഇടയ്ക്ക് പിന്നെ ഗ്രേറ്റ് അല്ലാതായി പോയി, അതുകൊണ്ട് ഞാൻ അതിനെ വീണ്ടും ഗ്രേറ്റ് ആക്കാൻ പോകുന്നു എന്നാണ് ആ പറഞ്ഞതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു തുടർ ചലനം എന്നുള്ള രീതിക്കാണ് പുള്ളിക്കാരൻ ഈ മിനിസ്ട്രി ഓഫ് ഡിഫൻസ് മാറ്റിയിട്ട് മിനിസ്ട്രി ഓഫ് വാർ. അപ്പോൾ യുദ്ധ മന്ത്രാലയം എന്ന് പറയുന്ന സെക്രട്ടറി, ഡിഫൻസ് മിനിസ്റ്റർക്ക് വാർ മിനിസ്റ്റർ എന്നുള്ള അവിടെ സെക്രട്ടറി എന്നാണ് പറയുന്നത്, സെക്രട്ടറി ഓഫ് വാർ എന്നുള്ള ഒരു ഡെസിഗ്നേഷനാണ് കൊടുത്തത്. യുദ്ധം നടത്തുക, അതായത് ഞങ്ങളുടെ യുദ്ധവീര്യം ലോകത്തിനെ കാണിക്കാൻ പോകുന്നു എന്നാണ് അവർ പറയുന്നത്. രസം നമ്മുടെ മുനീറിനെ മാതിരി യുദ്ധം തോറ്റ ഫീൽഡ് മാർഷൽ എന്ന് പറഞ്ഞ പോലെ എല്ലാ യുദ്ധവും തോറ്റ അമേരിക്ക യുദ്ധ മന്ത്രാലയം ഉണ്ടാക്കാൻ പോവുകയാണെന്ന് പറഞ്ഞു. നമ്മളെ വിദ്യാഭ്യാസം ഇല്ലാത്തവർക്ക് വിദ്യാഭ്യാസ മന്ത്രിയാക്കുന്ന പോലെ ഈ യുദ്ധത്തിൽ ഒരു കഴിവില്ലാത്ത ഒരു മന്ത്രാലയത്തിന് യുദ്ധ മന്ത്രാലയം എന്നാക്കി ഒരു പുനർനാമകരണം ചെയ്തു വരുന്നുണ്ട്. ഇത് ലോകം വളരെ ആശങ്കയോടെയാണ് കാണുന്നത്. കാര്യം ലോകത്ത് ഏത് കോൺഫ്ലിക്റ്റ് ഉണ്ടായാലും അതിൽ ഒരു സൈഡിൽ അമേരിക്ക എപ്പോഴും ഉണ്ടാവും. അതിൻ്റെ അർത്ഥം അവർ സമാധാനത്തിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്നവരെന്നല്ല. ഇസ്രായേലിലായാലും സമാധാനം കെടുത്താനും അതുവഴി യുദ്ധം ഉണ്ടാക്കാനും ആ യുദ്ധത്തിൽ നിന്നുണ്ടാകുന്ന നാശത്തിൽ നിന്ന് നേട്ടങ്ങൾ കൊയ്യാനും. കാര്യം ഈ യുദ്ധത്തിൽ ഉണ്ടാകുന്ന ഡിസ്ട്രക്ഷൻ്റെ മുഴുവൻ റീകൺസ്ട്രക്ഷൻ ട്രംപിൻ്റെ കമ്പനിക്കാണ്. ഇപ്പം കഴുകൻ്റെ ഒരു ജോലിയാണ് ചെയ്യുന്നത്, ശവന്തീനി ഉള്ള ഒരു ജോലിയാണ് അവർ ചെയ്യുന്നത്. അമേരിക്കൻ ഈഗിൾ എന്ന് പറയാറുണ്ട്. അവർ ഈഗിളല്ല, അവർ കഴുകന്മാരായിട്ടാണ് അവർ ലോകത്തിൻ്റെ. ഇപ്പോൾ നമ്മൾ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റുകാർ എപ്പോഴും അമേരിക്കയെ ചീത്ത പറയും, അമേരിക്കൻ സാമ്രാജ്യത്തിനെതിരായിട്ടൊക്കെ ഭർസിക്കുകയൊക്കെ ചെയ്യുമ്പോഴത്തേക്കും അവർ പറയുന്നതിൽ ചില കാര്യങ്ങളുണ്ട്. ഈ യുദ്ധം ഉണ്ടാകേണ്ടത് മുതലാളിത്തത്തിൻ്റെ ആവശ്യമാണ്, യുദ്ധം നിലനിർത്തേണ്ടത് മുതലാളിത്തത്തിൻ്റെ ആവശ്യമാണ്, യുദ്ധത്തിൽ തകരുന്നത് പുനർനിർമ്മിക്കേണ്ടതും മുതലാളിത്തത്തിൻ്റെ ആവശ്യമാണ്. ഇപ്പോൾ ട്രംപിന് എങ്ങനെ ലാഭമാണ് അവിടുത്തെ വിഷയം. ലാഭം എന്ന് പറയുന്നത് നല്ല വാക്കാണ്. ഇത് ലാഭമല്ല, ഇതിൻ്റെ ഒരു ദുഷ്ടലാക്ക്, അതിൻ്റെ പുറകെയുള്ള ദുഷ്ടലാക്കാണ്. മറ്റൊരാളിനെ കുരുതി കൊടുത്തുകൊണ്ട് നേടുന്ന ഈ 80 രാജ്യങ്ങൾ അസമാധാനം ഉണ്ടാക്കിയാലേ അവിടെ ഇവരുടെ ആവശ്യമുള്ളൂ. സമാധാനം ഉണ്ടാക്കിയാൽ അവരുടെ ആവശ്യമില്ല. അപ്പോൾ 80 രാജ്യങ്ങളിലും സമാധാനം ഉണ്ടാകാതിരിക്കേണ്ടത് ഇവരുടെ ആവശ്യമാണ്. സമാധാനം ഇല്ലാതാകുമ്പോഴത്തേക്കല്ലേ യുദ്ധം ഉണ്ടാവുള്ളൂ. അതെ. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ അമേരിക്കയ്ക്ക് ഇപ്പം തീരുവയിലും ചുങ്കത്തിലും ഒക്കെ തിരിച്ചടി നല്ലോണം കിട്ടി. ഇനി അത് യുദ്ധത്തിൽ നിന്ന് ആ പൈസ ഉണ്ടാക്കാൻ പറ്റുമോ എന്നുള്ളതായിരിക്കും അവർ നോക്കുന്നത്. സ്വാഭാവികമായിട്ടും മറ്റു രാജ്യങ്ങളിൽ നിന്നും പിരിക്കുന്ന ചുങ്കങ്ങൾക്ക് അവർ കൂട്ടും. അതായത്
ഈ ഗുണ്ടാപ്പിരിവ് നടത്തുന്നുണ്ട്. യുദ്ധചുങ്കം ചുങ്കൊന്നും നല്ല വാക്ക്, ഒരു ഗുണ്ടാപ്പിരിവ് എല്ലാ രാജ്യങ്ങളിൽ നിന്നും നടത്തുന്നുണ്ട്. അത് കൂട്ടിയാലേ അമേരിക്കൻ എക്കോണമി സമ്പദ് വ്യവസ്ഥ നിലനിൽക്കാനും അമേരിക്കയെ വീണ്ടും ഗ്രേറ്റ് ആക്കാനും പറ്റുമെന്നാണ് അദ്ദേഹം വിവക്ഷിക്കുന്നത്. പക്ഷേ കഴിഞ്ഞ 100 വർഷങ്ങളിൽ നമ്മൾ പല സാമ്രാജ്യങ്ങളുടെയും തകർച്ച കണ്ട ഒരു ചരിത്രമാണുള്ളത്. സൂര്യൻ അസ്തമിക്കാത്ത ബ്രിട്ടൻ ഇന്ന് എവിടെയാണ് നിൽക്കുന്നതെന്ന് നമുക്കറിയാം. അപ്പോൾ ഈ യുദ്ധങ്ങളിൽ കൂടെയും അടിച്ചമർത്തലുകളിലൂടെയും പിടിച്ചെടുക്കലിൽ കൂടെയും നേടുന്ന ആ നേട്ടങ്ങൾ ഒരുപാട് കാലങ്ങളിൽ സ്ഥായിയായിട്ട് നിൽക്കാൻ പറ്റത്തില്ല. ഒരു സമയത്ത് ലോകത്ത് തിളങ്ങിയിരുന്ന രാജ്യങ്ങളാണ് ജർമ്മനി, ബ്രിട്ടൻ, ജപ്പാൻ. ഇപ്പോൾ അവരൊക്കെ എവിടെ നിൽക്കുന്നു എന്നുള്ള കാര്യം നമുക്കറിയാം. അന്നും ഇന്നും സ്ഥായിയായിട്ട് നിൽക്കുന്നത് ഇന്ത്യയെ പോലുള്ള സമാധാനം കാക്ഷിക്കുന്ന രാഷ്ട്രങ്ങൾ, നിവൃത്തിയില്ലാതെ വരുമ്പോൾ യുദ്ധം ചെയ്യുന്ന രാഷ്ട്രങ്ങളാണ്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഒരു ഉച്ചക്കിറുക്കാണെന്ന് ആണ് ആൾക്കാരിത് പറയുന്നത്. അദ്ദേഹത്തിന് അവിടെ പുള്ളിക്കാരൻ്റെ വൈറ്റ് ഹൗസിൽ വെച്ച് തന്നെ ഒരു ചടങ്ങിൽ വെച്ചിട്ടാണ് ഇതിൻ്റെ പുനർനാമകരണം ചെയ്ത്. ഇപ്പോൾ ഇന്ന് സുപ്രീം കോടതി തന്നെ അവിടെ പറഞ്ഞിട്ടുണ്ട്, ഇദ്ദേഹം ചെയ്യുന്ന കാര്യങ്ങൾ ഒരു പ്രസിഡന്റിന് ചെയ്യാൻ അധികാരമില്ലാത്ത പല കാര്യങ്ങളാണ് അദ്ദേഹം ചെയ്യുന്നത്. അവിടുത്തെ സുപ്രീം കോടതി തന്നെ പറയുന്നുണ്ട്. അല്ല, ഫെഡറൽ അപ്പീൽസ് കോടതി പറഞ്ഞു അതെ, ഈ എക്സിക്യൂട്ടീവ് പവർ, പ്രസിഡന്റിന്റെ എക്സിക്യൂട്ടീവ് പവർ അദ്ദേഹം ദുരുപയോഗം ചെയ്യുക. അത് വളരെ ലിമിറ്റഡ് ആയിട്ട് ഉപയോഗിക്കേണ്ട ഒരു കാര്യമാണ്. ഇന്ത്യയിൽ തന്നെ നമ്മൾ ആലോചിക്കുകയാണെങ്കിൽ ഒരിക്കൽ ഒരു പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ ഒരു ഓർഡിനൻസ് കൊണ്ടുവന്നപ്പോഴത്തേക്ക് ഇന്ത്യൻ പ്രസിഡന്റ് പ്രണബ് മുഖർജി അദ്ദേഹത്തെ ശാസിക്കേണ്ടി വന്നിട്ടുണ്ട്. കാര്യം ഈ ഓർഡിനൻസ് എന്നുള്ള പവർ വളരെ വളരെ റെയറായിട്ട് ഉപയോഗിക്കേണ്ട ഒരു കാര്യമാണ്. അപ്പം ഇത് ഒരു ഡിസ്ക്രിപ്ഷൻ ഇല്ലാതെ ഉപയോഗിക്കുന്ന ഒരു ഉദാഹരണം നമ്മൾ കാണുന്നത് ട്രംപിൽ നിന്നാണ്. അത് ചെറിയൊരു നോട്ടപ്പശ പോലും ഇന്ത്യൻ ഡെമോക്രസിയിൽ വലിയ ഒരു കാര്യമായിട്ട് നമ്മൾ ചെയ്യുന്നുണ്ടെങ്കിലും അവിടുത്തെ ജനങ്ങൾ കൊണ്ട് ഇളകുന്ന ഒരു രീതി വരെ ഇത് പോകുമെന്നാണ് എനിക്ക് തോന്നുന്നത്. കാര്യം അമേരിക്കയ്ക്ക് ലോസസ് ഉണ്ടാകുമ്പോഴത്തേക്ക് ഇപ്പം തന്നെ ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് അവിടെ വില ക്രമാതീതമായിട്ട് കൂടി. ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾ സ്ഥിരമായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം വിലക്കയറ്റത്തിൽ അവർ അസ്വസ്ഥരാണ്. ഇപ്പോൾ ഒരു ഇംപീച്ച്മെൻറ്റ് മണക്കുന്നു എന്നാണ് ഈ മിനിസ്ട്രി ഓഫ് വാർ ഡിക്ലെയർ ചെയ്യുന്നതിൻ്റെ ബാക്ക്ഗ്രൗണ്ട്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.